ഹലോ എവ്രി വൺ, എല്ലാവർക്കും പ്രിയപ്പെട്ട ഗ്രിൽഡ് ചിക്കനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. മൈക്രോവേവിലാണ് നമ്മളിത് ഗ്രില്ല് ചെയ്യുന്നത്. അതിനു മുൻപായിട്ട് ആരെങ്കിലും ഇന്ന് ഈ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. 1/2 കിലോ ചിക്കൻ, ഇവിടെ ഞാൻ ചിക്കൻ്റെ ലെഗ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയിട്ട് അത് നന്നായിട്ടൊന്ന് എല്ലാ വശത്തും വരഞ്ഞ് കൊടുക്കണം. ചിക്കൻ ബ്രസ്റ്റും നമുക്കിതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇനി മാരിനേഷന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ സോൾട്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ, ഓയിൽ 1 ടീസ്പൂൺ, ഏതെങ്കിലും ഓയിൽ മതി, കോക്കനട്ട് ഓയിൽ അല്ലാതെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ. പിന്നെ നമുക്ക് വേണ്ടിയത് നാരങ്ങ ജ്യൂസ്, ഒരു ഹാഫ് നാരങ്ങയുടെ ജ്യൂസ്, പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവർ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഒരു ശകലം വെള്ളം ചേർത്ത് ഒത്തിരി ലൂസായി പോകാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ ചിക്കൻ പീസസിൽ തേച്ച് കൊടുക്കണം. എല്ലായിടത്തും അത് വരുന്ന പോലെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇത് തേച്ച് കൊടുത്തിട്ട് നമുക്കൊരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിൽ കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം. 15 മിനിറ്റ് വരെ വെളിയിൽ വെച്ചാൽ മതിയാവുന്നതാണ്. ഇനി നമ്മളിത് മൈക്രോവേവിലാണല്ലോ ഗ്രില്ല് ചെയ്യുന്നത്. അതിൻ്റെ ഹൈ റാക്ക്, ടോൾ റാക്കിലാണ് ഗ്രില്ല് ചെയ്യുന്നത്. നമ്മുടെ ചിക്കൻ പീസസ് ഈ റാക്കിൽ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. 30 to 40 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. മൈക്രോവേവ് ഗ്രിൽ ഓപ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് ഫാറ്റൊക്കെ ഉരുകി ഒലിക്കും. അതുകൊണ്ട് താഴെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് വേണം റാക്ക് ഫിക്സ് ചെയ്യാനായിട്ട്. ഇനി 40 മിനിറ്റ്സ് ടൈമോ 30 മിനിറ്റ്സോ, ജ്യൂസി ആയിട്ട് വേണമെങ്കിൽ 30 മിനിറ്റ്സ് മതി. കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് 40 മിനിറ്റ്സ് കുക്കിംഗ് ടൈം ചെയ്യാം. പക്ഷേ ഹാഫ് ടൈമിലെടുത്ത് പീസസ് ഒന്ന് ടേൺ ചെയ്ത് കൊടുത്ത് ഇച്ചിരി ബട്ടറോ ഓയിലോ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ 40 മിനിറ്റ്സ് കുക്കിംഗ് ടൈം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് എവിടെയായി നമ്മുടെ ചിക്കൻ പീസസ് എന്ന് നോക്കാം. അത് ആവശ്യത്തിനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. എന്നാൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രില്ലിംഗ് മാത്രമാണ്. നമ്മൾ ഗ്രിൽ ഓപ്ഷനിൽ 10 മിനിറ്റ് ഗ്രില്ല് ചെയ്യുകയാണ്. ശകലം കൂടെ ഓയിലും ബട്ടറോ വല്ലതും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 10 മിനിറ്റ് ഗ്രില്ല് ചെയ്യണം. 5 മിനിറ്റ്സ് ഒരു സൈഡിൽ, പിന്നെ സൈഡ് ടേൺ ചെയ്തിട്ട് 5 മിനിറ്റ്സും കൂടെ നമുക്ക് മൈക്രോവേവിൽ ഗ്രിൽ ഓപ്ഷൻ മാത്രം. കൂടുതലായിട്ട് സ്മോക്കി ഫ്ലേവർ വേണമെങ്കിൽ 15 മിനിറ്റ് ഗ്രില്ല് ചെയ്യാം. എന്തായാലും 10 മിനിറ്റ് മിനിമം ഗ്രില്ല് ചെയ്യണം. 5 മിനിറ്റ്സ് ഓൺ വൺ സൈഡ്, പിന്നെ 5 മിനിറ്റ്സ് അതർ സൈഡ്. അപ്പം നമ്മുടെ സ്മോക്കി ചിക്കൻ റോസ്റ്റ് ശരിയായിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി വളരെ ഇഷ്ടമാവും എന്നെനിക്കറിയാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഉടനെ കാണാം.